Dear students, in previous class we discussed about the surface phenomena adsorption and classify the adsorption into two types, that is physisorption and chemisorption. We also characterized the important properties of physisorption and chemisorption. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് adsorption isotherm. What do you mean by isotherm? The constant temperature curves are represented as isotherms where any two variables are there represented in the graph. Here the adsorption isotherm means the variation in the amount of gas adsorbed by the adsorbent with pressure. The variation in the amount of gas adsorbed by the adsorbent with pressure at constant temperature. It is represented as adsorption isotherms, or the variation is represented in the curve and the curve is known as adsorption isotherm. എന്താണ് നമ്മൾ പറഞ്ഞത്? എത്ര അഡ്സോർബൻറ്റിനെ ഒരു അഡ്സോർബേറ്റ് അഡ്സോർബ് ചെയ്യുന്നു വിത്ത് പ്രഷർ. അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത് ടെമ്പറേച്ചറാണ്. ഈ അഡ്സോർപ്ഷൻ ഐസോതേമിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഐസോതേമിൻ്റെ പേരാണ് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. ആൻഡ് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം പ്രകാരം if x is the mass of adsorbent, x is the mass of adsorbate, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എക്സ് എമൗണ്ട് അഡ്സോർബ് ചെയ്യുകയാണ്. ആൻഡ് ദ അഡ്സോർബൻ്റ് മാസ് ഈസ് എം. നമ്മൾ അഡ്സോർബ് ചെയ്യുന്നതിൻ്റെ മാസ് ആണെങ്കിൽ എക്സ് ബൈ എം എന്ന് പറയുന്നത് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനാണ്. ആ എക്സ് ബൈ എമ്മിനെ പ്രഷറുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനായിട്ട് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റിലേഷൻഷിപ്പ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ഇക്വേഷൻ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1/n. I repeat, x by m is equal to k p raised to 1/n. നമുക്കിതിനെ ഒരു കർവായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ആക്സിസിൽ എക്സ് ബൈ എമ്മും മറ്റേ ആക്സിസിൽ പ്രഷർ പിയും കൊടുത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കർവ്സുകളായിട്ട് നമുക്കിതിനെ കർവുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. കർവായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ഡിഫറെൻ്റ് ആയ ടെമ്പറേച്ചേഴ്സിലുള്ള 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിലുള്ള കർവുകൾ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവുകളിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും when temperature increases the extent of adsorption decreases. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് അറ്റ് എ ഫിക്സഡ് പ്രഷർ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്താണ് എന്തായിരുന്നു? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഡിക്രീസ്ഡ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1/n. എക്സ് ബൈ എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? എക്സ് ഈസ് ദ മാസ് ഓഫ് അഡ്സോർബേറ്റ് ആൻഡ് എം ഈസ് ദ മാസ് ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് പി ഈസ് ദ പ്രഷർ. കെ ആൻഡ് എൻ ആർ കോൺസ്റ്റൻറ്റ്സ് which depends upon the nature of adsorbent. Okay, കെയും എന്നും ഡിപ്പെൻസ് ഓൺ ദ നാച്ചർ ഓഫ് അഡ്സോർബൻറ്റ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ തന്നെ ലോഗരിതം ഫോമിലാണെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം? ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. എന്താണ്? ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. ഈ ഒരു കർവ് വാലിഡ് ആണോ എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി
ലോഗ് എക്സ് ബൈ എം ഓൺ വൈ ആക്സിസിലും ലോഗ് പി ഓൺ എക്സ് ആക്സിസിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു കർവ് വരച്ചാൽ ഇഫ് വി ഒബ്റ്റെയിൻ എ സ്ട്രെയിറ്റ് കർവ്, നമുക്കൊരു സ്ട്രെയിറ്റ് കർവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ്, ദ കർവ് ഈസ് വാലിഡ്, ദാറ്റ് ഈസ് ഫ്രണ്ട്ലിച്ച് ഐസോതേം ഈസ് വാലിഡ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ശരിയല്ലേ? എക്സ് ബൈ എം, ലോഗ് എക്സ് ബൈ എം എന്ന് പറയുന്ന വൈ ആക്സിസിലും ലോഗ് പി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുമായിട്ട് നമ്മളൊരു കർവ് വരച്ചാൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് കിട്ടുകയാണെങ്കിൽ ദ ഫ്രണ്ട്ലിച്ച് ഐസോതേം ഈസ് വാലിഡ് എന്ന് പറയാം. അതിൻ്റെ കർവുകളൊക്കെ നിങ്ങൾക്ക് പിക്ചറായിട്ട് നിങ്ങളവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ഗീവ്സ് 1/n ആൻഡ് ദ ഇൻ്റർസെപ്റ്റ് ഓൺ ദ വൈ ആക്സിസ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ലോഗ് കെ. സ്ലോപ്പ് 1/n ഇൻ്റർസെപ്റ്റ് ലോഗ് കെ ആയിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ 1/n എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ്, ദ 1/n ക്യാൻ ഹാവ് വാല്യൂസ് ബിറ്റ്വീൻ 0 and 1. 1/n വാല്യൂസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.12, 0.1 to 0.5 റേഞ്ചസിലാണ് അതിൻ്റെ വാല്യൂസ് ഇരിക്കുക. നമുക്ക് പറഞ്ഞാൽ 0 to 1, 0നും 1നും ഇടയിലുള്ള വാല്യൂസായിട്ട് നമുക്കതിനെ ഒബ്സർവ് ചെയ്യാം. ഇനി വെൻ 1/n is equal to 0 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1/n. വെൻ 1/n ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വന്നു. അപ്പോൾ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ. ദാറ്റ് ഈസ് ദ അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ഇനി വേറൊരു കണ്ടീഷൻ, വെൻ 1/n is equal to 1, 1/n എന്നുള്ള 1 ആണെങ്കിൽ എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു പി, അതർവൈസ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു പി, ഓർ കെ ഇസ് എ കോൺസ്റ്റൻറ്റ്, therefore എക്സ് ബൈ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ വേരീസ് ഡയറക്ട്ലി വിത്ത് പ്രഷർ. അഡ്സോർപ്ഷൻ പ്രഷറിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രഷറുമായിട്ട് ഡയറക്ട്ലി വേരീസാണ് നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ 1/n 0 കൊടുത്തിട്ടും 1/n 1 കൊടുത്തിട്ടും നമുക്ക് ഈ കർവിനെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ രണ്ട് ഇക്വേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1/n ആൻഡ് ലോഗ് എക്സ് ബൈ എം ഇസ് ഈക്വൽ ടു log k plus 1/n log p. ഓക്കെ, ഇനി അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നോർമലി നമ്മളൊരു ജനറലായൊരു എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സോളിഡ് സർഫസിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ solids can adsorb solutes from solutions also. സൊല്യൂഷൻസിൽ നിന്നുള്ള സൊല്യൂട്ടിനെയും സോളിഡ്സിന് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരു അസറ്റിക് ആസിഡ് സൊല്യൂഷൻ, അസറ്റിക് ആസിഡ് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറേ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ എടുത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് കരുതും. അസറ്റിക് ആസിഡ് എടുത്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ടൈട്രേഷൻ മെത്തേഡിൽ കൂടിയൊക്കെ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ കാണാം. അങ്ങനെ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാർക്കോൾ പീസുകൾ ഇട്ടിട്ട്, കുറച്ച് ചാർക്കോളിൻ്റെ പീസുകളിട്ട് നന്നായി ഷേക്ക് ചെയ്തു. നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷം വീണ്ടും അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഒബ്സർവ് ചെയ്താൽ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് the concentration of acid decreases. ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തതായിട്ട് ഒബ്സർവ് ചെയ്യാം. വേറെയും എക്സാമ്പിൾസ് പറയാം. ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് ഷേക്കൺ വിത്ത് ചാർക്കോൾ. ലിറ്റ്മസ് സൊല്യൂഷനെ ചാർക്കോളുമായിട്ട് ഷേക്കൺ ചെയ്താൽ ആ ലിറ്റ്മസ് സൊല്യൂഷൻ ഏത് കളേർഡാണോ, റെഡ് കളേർഡാണോ, ഏത് കളേർഡാണോ നിങ്ങൾ ലിറ്റ്മസ് സൊല്യൂഷൻ എടുത്തത് അതിൻ്റെ കളറിനെ മുഴുവൻ ചാർക്കോൾ അബ്സോർബ് ചെയ്തിട്ട് ദ സൊല്യൂഷൻ ബിക്കം കളർലെസ്.
അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷനിൽ നമ്മൾ എന്താ ഐഡൻറ്റിഫൈ ചെയ്തത്? ഇവിടെ അസറ്റിക് ആസിഡ് മോളിക്യൂൾസിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്തു, ലിറ്റ്മസിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്തു. ദെർഫോർ ദ അഡ്സോർബൻസ് ഓർ ദ സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട്സ് ഫ്രം സൊല്യൂഷൻസ് ഓൾസോ. ശരിയല്ലേ? സൊല്യൂഷൻസിൽ നിന്നുള്ള സൊല്യൂട്ടിനെ അഡ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി എന്തൊക്കെയാണ് സൊല്യൂട്ടുകളെ അഡ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അത് വേരി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വേറൊന്ന്, വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് the extent of adsorption also increases. When surface area increases, surface area increase ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? extent of adsorptionും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. And the extent of adsorption depends on the concentration of the solution. കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ടോ അതിനെയും കൂടെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ദ നാച്ചർ ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന അഡ്സോർബൻറ്റിൻ്റെയും ഈ അഡ്സോർബേറ്റിൻ്റെയും നാച്ചർ എന്താണോ ആ നാച്ചറിനെയും എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയൂ? ഫസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സർഫസ് ഏരിയ. When surface area increases, the extent of adsorption also increases. When concentration of the solute in the solution increases, the extent of adsorption increases. And it depends on the nature of adsorbent and adsorbate. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻസിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് നമ്മൾ ഈ അഡ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർമിലെ ഒന്ന് മോഡിഫൈ ചെയ്ത് x/m = Kp⁻1/n എന്നുള്ള ഫോമിനെ, P ഈസ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആണ്. നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിക്ക് പകരം അവിടെ എന്തായിരിക്കും എടുക്കേണ്ടത്? കോൺസെൻട്രേഷനാണ് എടുക്കേണ്ടത്. ദെർഫോർ ദി ഇക്വേഷൻ ഈസ് ചേഞ്ച് ടു x/m = Kc⁻1/n. The logarithm form is log x/m = log K + 1/n log C. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഗ് x/mനെയും ലോഗ് സിനെയും വെച്ച് നമ്മളൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണാം. Therefore, we say that the Freundlich isotherm is valid in the case of solutions also. സൊല്യൂഷൻസിൻ്റെ കേസിലും ഫ്രെൻലിച്ച് ഐസോതേർം വാലിഡ് ആണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ഒരു രൂപത്തിൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ് എടുത്തിട്ട് ഓരോ കോൺസെൻട്രേഷനും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ചാർക്കോൾ ആഡ് ചെയ്യുമ്പോഴുള്ള കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് കണ്ട് ഇനീഷ്യലും ഫൈനലും കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസൊക്കെ ഒബ്സർവ് ചെയ്ത് എക്സ് വാല്യൂ ഒബ്സർവ് ചെയ്യാം. ആ എക്സ് വാല്യൂ ഒബ്സർവ് ചെയ്ത് വാലിഡിറ്റി ഓഫ് ഫ്രെൻലിച്ച് ഐസോതേർം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കും. അതൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ തിയറി സെക്ഷൻസ് നമ്മളവിടെ തീർക്കുകയാണ്. ആൻഡ് ദ സെക്ഷൻ എൻഡ്സ് വിത്ത് ദ ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ടേമിന് ഈ ഫിനോമിനയ്ക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രം ഒബ്സർവ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോളൂ. ദ ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ട്രേസസ് ഓഫ് എയർ മോളിക്യൂൾസിനെ എല്ലാം റിമൂവ് ചെയ്ത് ഒരു ഹൈ വാക്വം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഹൈ വാക്വം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. The remaining traces of air can be adsorbed by charcoal from a vessel
ഇവാക്വേറ്റഡ് ബൈ എ വാക്വം പമ്പ് ടു ഗീവ് എ വെരി ഹൈ വാക്വം എന്നാണ് പറയുന്നത്. ഒരു ഹൈ വാക്വം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കും? ചാർക്കോളിൻ്റെ പ്രസൻസിൽ ഒരു ഹൈ വാക്വം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദെർഫോർ ഹിയർ ചാർക്കോൾ ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് അഡ്സോർബൻറ്റ്. രണ്ടാമത്തെ ഒരു ഉപയോഗം ഗ്യാസ് മാസ്കുകളാണ്. ഗ്യാസ് മാസ്കുകൾ എന്ന് പറഞ്ഞാൽ കോൾ മൈനുകളിലൊക്കെ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോയ്സണസ് ഗ്യാസിൻ്റെ പ്രസൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ബ്രീത്തിങ് ഒക്കെ ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ മാസ്കുകൾ യൂസ് ചെയ്തിട്ട് മാസ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളോ അതിനല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിളായ അഡ്സോർബൻറ്റുകളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് മാസ്കുകൾ പോയ്സണസ് ഗ്യാസിനെയൊക്കെ അഡ്സോർബ് ചെയ്യുമ്പം ബ്രീത്തിങ് ബിക്കംസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. ഒന്നും കൂടെ ഈസി ആയിട്ട് ബ്രീത്തിങ് സാധിക്കും. അപ്പം ഗ്യാസ് മാസ്കുകളിൽ അഡ്സോർബൻറ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാം. ഹ്യൂമിഡിറ്റി കൂടുന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സിലിക്ക ജെല്ലും അലൂമിനിയം ജെല്ലും ഒക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്. ആനിമൽ ചാർക്കോൾ റിമൂവ്സ് കളേഴ്സ് ഓഫ് സൊല്യൂഷൻസ് ബൈ അഡ്സോർബിങ് കളേർഡ് ഇംപ്യൂരിറ്റീസ്. കളേർഡ് ഇംപ്യൂരിറ്റീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ആനിമൽ ചാർക്കോൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഹെറ്ററോജീനസ് കാറ്റാലിസിസ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാനുള്ളതാണ്. ഹെറ്ററോജീനസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏറ്റവും ചുരുങ്ങിയൊരു വാക്കുകളിൽ കൂടെ പറയാണ്. കാറ്റാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ ഗ്യാസസ് ആണെങ്കിൽ അവിടെ ഒരു സോളിഡായ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഹെറ്ററോജീനസ് കാറ്റാലിസിസ് ആണ്. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹേബർ പ്രോസസ്സ്, നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ഷൻ നടന്ന് അമോണിയ ഉണ്ടാവുന്നതിൽ സ്പോഞ്ചി അയൺ ആണ് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. അങ്ങനെയുള്ള കാറ്റാലിസിസ് നടക്കുമ്പം ഈ കാറ്റാലിസിസ് എല്ലാം നമ്മൾ പറയുന്ന ഈ അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. അടുത്തതായി ക്യൂറിങ് ഡിസീസസ്. കുറേ ഡിസീസസുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡ്രഗ്സുകൾ യൂസ് ചെയ്യും, മരുന്നുകൾ യൂസ് ചെയ്യുമ്പം അനാവശ്യമായ ജെംസുകളെയൊക്കെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടി ഈ ഡ്രഗ്സിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ജെംസിനെ അഡ്സോർബ് ചെയ്ത് അവയെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഒരു മെറ്റലർജിക്കൽ ടേമാണ്. മെറ്റലർജി എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസ്. ക്രൊമാറ്റോഗ്രാഫി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ക്രൊമാറ്റോഗ്രാഫിക് അനാലിസിസിലും അഡ്സോർപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സെപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ 3-4 ആപ്ലിക്കേഷൻസ് മാത്രം ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ഗ്യാസ് മാസ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നു, റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻസ്, ഇൻ ഹെറ്ററോജീനസ് കാറ്റാലിസിസ്, ഇൻ സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനായ അഡ്സോർപ്ഷനാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.